സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ജീവിക്കുന്ന അനുഭവം വേണ്ടേ കയ്യിൽ? സൗണ്ട് കുറച്ച് കൂടി കുറച്ച് ആ അതെ. അപ്പോൾ അനുഭവിക്കുക എന്നുള്ളത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുന്ന അവസ്ഥ ആ അനുഭവത്തിൽ നിന്നല്ലേ വരുന്നത്. ഇപ്പോൾ മുഹമ്മദിന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്നു. വാശി, വെറുപ്പ്, വിദ്വേഷം, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ശരീരത്തിലുള്ളത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാകും. അപ്പം നമ്മളെ വളരെ വ്യക്തമായിട്ട് സ്ഥിരമായിട്ട് അനുഭവിക്കാനുള്ള അവസ്ഥ എന്താണ്? മറ്റേ വെറുപ്പ് വരുന്നത് മറ്റേ പുറത്തുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട്, ദേഷ്യം വരുന്നത് പുറത്തുള്ള പ്രവൃത്തി കണ്ടിട്ട്. പക്ഷേ പുറത്തുള്ള ഒരു പ്രവൃത്തിയെയും ആശ്രയിക്കാതെ അനുഭവിക്കുന്ന ഭാഗം, പുറത്തുള്ള ഒരു പ്രവൃത്തിയെ ആശ്രയിക്കാതെ അനുഭവിക്കുന്ന ഭാഗം, അപ്പോഴാണ് നമുക്ക് സ്ഥിരത ഉണ്ടാകുന്നത്. അപ്പോഴാണ് അനുഭവത്തിൽ തുടർച്ച ഉണ്ടാകുന്നത്. പിന്നെ അവിടെ കഷ്ടപ്പാടും പ്രതിസന്ധികളൊന്നുമില്ല. അതെ അതെ തീർച്ചയായിട്ടും അവിടെയാണ് നമുക്ക് ആശ്വാസം. അപ്പോൾ പിന്നെ നമുക്ക് സങ്കല്പങ്ങളൊന്നുമില്ല, ആശങ്കയില്ല, രോഗമില്ല. അതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ ശരിക്കും രോഗം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പടി. അതാണ്. വേറെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ രോഗം മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ നമ്മളിലുണ്ടാകുന്ന രോഗം നമുക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ, പിന്നെ നമുക്ക് എന്തറിവുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം നമ്മൾ രോഗിയായിട്ട് പ്രതികൂല സാഹചര്യം നമ്മൾ വരികയും അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രസക്തിയില്ല. പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ശരീരത്തിലെ രോഗം. ഇപ്പം നമ്മുടെ കാറിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഓടിച്ചുകൊണ്ട് കിടക്കുന്നതിൽ കഥയില്ല. അപ്പോൾ നമ്മളെ റിപ്പയർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ, അതിൽ കേടുപാട് വരുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, കേട് വരാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന താല്പര്യം എന്ന് പറയുന്ന ഭാഗത്ത് വരാനായിട്ട് ആരംഭിക്കേണ്ടത് തന്നെ. അതിൽ നിന്നാണ് അടുത്തടുത്ത തലങ്ങളിലോട്ട് പോകുന്നത്. കേടുകൂടാതെ കൊണ്ടുപോയാലല്ലേ ഇത് എൻ്റെ അടുത്ത ഒട്ടും കംപ്ലൈൻ്റ് ഇല്ലാത്തൊരവസ്ഥ അനുഭവിക്കുകയും അതിനെ തുടർന്ന് അടുത്തടുത്ത ലെവലിലോട്ട് പോകും. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നു, എത്രത്തോളം തുടർച്ചയായിട്ട് 100 വയസ്സ് വരെ എത്തിക്കുമ്പോൾ, നമ്മൾ 100 വയസ്സ് വരെ എത്തിക്കുന്ന ആരോഗ്യമുള്ള ആൾക്കാരുടെ എണ്ണം ഒരു 10 പേർക്ക് വരുമ്പോൾ തന്നെ സമൂഹത്തിൽ ഭയങ്കര വലിയ മാറ്റം ഉണ്ടാകും. ഒറ്റപ്പെട്ട കേസല്ല. ഒരു എന്തോ അല്ല, അപ്പോഴ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നല്ലല്ലോ ഇതറിഞ്ഞത്, മറ്റൊരാളല്ലേ പറഞ്ഞത്. അപ്പം നിങ്ങളിൽ അല്ല, അത് തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുമായിട്ടൊരു ബന്ധമില്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. നിങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനൊരു ഭാഗം വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താകുമെന്ന് ഒരു കാരണവശാലും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഭയവും ഉത്കണ്ഠ ഉണ്ടാകും, ആശങ്കയുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം നിങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്
അതിനേക്കാൾ വലിയ നാശം വേറൊന്നുമില്ല. ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റാത്തത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നാശം. അപ്പം അത് നമുക്ക് വേണ്ടത് നമ്മളിൽ സംഭവിക്കും. എന്നെ പഠിക്കുന്നതിൽ വലിയ കാര്യമൊന്നും തോന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്നിടം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ. ആ ആ ആ അതെ അതെ. ഇല്ല, എനിക്ക് അസുഖം എന്ന് പറഞ്ഞ ഭാഗം വരത്തില്ലല്ല. ഇല്ല ഇല്ല, അസുഖം വരത്തില്ല. കാരണം ഞാൻ ടേക്ക് കെയർ ചെയ്യല്ലേ, ഞാനല്ലേ എന്നെ അനുഭവിക്കുന്നത്. അപ്പോൾ എന്നിലെ അസ്വസ്ഥത എന്ന് പറയുന്നത് അസുഖത്തിൻ്റെ ആരംഭമാണ്. അസ്വസ്ഥതയെ നീക്കം ചെയ്ത് കൊള്ളിക്കാത്ത നീക്കം ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ മേത്ത് അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകിക്കളയുമല്ലേ. നമുക്ക് കൊള്ളിക്കാത്ത ആഹാരം നമ്മൾ കഴിക്കത്തില്ലല്ല, വേണ്ടാത്ത കൂട്ടുകെട്ട് നമ്മൾ കൂടത്തില്ലല്ല. ഇതേ ഭാഗം തന്നെയാണ് ഉള്ളിലും നടക്കേണ്ടത്, അല്ലാതെ വേറൊന്നുമില്ല. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇപ്പം യുദ്ധം ചെയ്യുന്നതാണ്? അവർ ശരിയാണെന്നും പറഞ്ഞിട്ട് മോശത്തെ നശിപ്പിക്കാനുള്ള യുദ്ധം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഉള്ളിൽ മോശത്തെ നീക്കം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഉള്ളിലെ പ്രവർത്തനം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണ്ടതെടുക്കുകയും വേണ്ടാത്തതിനെ വേർതിരിക്കുന്ന പ്രക്രിയ നമ്മുടെ ഉള്ളിലുമുണ്ട്. അത് സജീവമാക്കി കൊണ്ടുപോകുന്നിടത്താണ് നമ്മുടെ തെളിച്ചം കൂടി വരുന്നത്, അവിടെയാണ് നിലനിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അവനിലുള്ള സവിശേഷത അനുഭവിക്കുകയും സവിശേഷത അല്ലാത്തത് മാറ്റിക്കളയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതം. നമ്മൾ പുറത്തെന്താ ചെയ്യുന്നത്? പുറത്ത് നമുക്ക് നല്ലതും ചീത്തയും അറിയാം, ഉള്ളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഉള്ളിൽ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൃത്യമായിട്ട് തുടർച്ചയായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നല്ല വിധത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നടക്കത്തില്ല. അല്ല അല്ല, അവിടെയാണ് പ്രശ്നം. ഈ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നു. ഇപ്പം എൻ്റെ വീട്ടിൽ ആരൊക്കെ കാശ് കൊണ്ടുവന്ന് തരുന്നു, വീട്ടിൽ കാശുണ്ട്, വീട്ടിൽ ഭക്ഷണമുണ്ട്, മിക്ക മക്കളും മാതാപിതാക്കൾ ഭയങ്കര സമ്പന്നരാണെങ്കിൽ മക്കൾക്ക് എങ്ങനെ സമ്പാദിക്കണമെന്ന് അറിയാൻ പാടില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പിള്ളേർ വളർന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി നടക്കുന്നതാണ്. നമ്മുടെ ഈ പിള്ളേർ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, അങ്ങനെ അവർ അലസരായി പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുള്ള ഭാഗത്തിന് പകരം അത് കൃത്യമായിട്ട് നടക്കുന്ന വ്യവസ്ഥ നമ്മൾ ശ്രദ്ധയോടുകൂടി കൊണ്ടുവന്ന് അതിൻ്റെ ഒപ്പം നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ തുടർച്ച സാധ്യമാകുന്നത്. ഇതെല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മൾ വേറെ കാര്യത്തിലാണ് പോയി തലയിടുന്നത്. ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ട് നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യത്തിൽ തലയിട്ടാണ് നമുക്ക് അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. കാരണം ഈ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കാൻ ആർക്കും നേരമില്ല. അവിടെയാണ് ഈ ആന്തരിക പ്രവർത്തനത്തിലാണ് നമ്മുടെ സവിശേഷത മുഴുവനും ഇരിക്കുന്നത്. ഇത് അയൽവാസി എന്ത് ചെയ്തു? കാലാവസ്ഥ ഇപ്പം എല്ലാവരും പറയും പ്രകൃതി ദുരന്തം എന്ന് പറയും. ശരിക്കും പ്രകൃതി ദുരന്തമൊന്നുമില്ല, പ്രകൃതിയുടെ സ്വഭാവമാണത്.
അല്ലേ? മൃഗങ്ങൾ വന്ന് നമ്മുടെ കൃഷി നശിപ്പിച്ചെന്ന് പറയും. അവരൊരിക്കലും നശിപ്പിക്കാൻ വന്നിട്ടുള്ളതല്ല, അവരവിടെ വന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ്. പക്ഷെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് നശിപ്പിച്ചിട്ട് പോയി. നമ്മളെല്ലാം കാണുന്നത് നേരെ ഉള്ള രീതിയിലല്ല. മൃഗങ്ങൾ അവരുടെ രീതിയിലുള്ള അവരുടെ പ്രകൃതിയാണത്. രോഗം വരുമ്പോഴല്ലേ നമ്മൾ നോക്കണുള്ളൂ. ആ, രോഗം വരുമ്പോൾ, വിഷമം വരുമ്പോഴാണ് ഒരു വ്യക്തിയിലോട്ട് തിരിയുന്നത്. വിഷമിക്കാനുള്ള കാരണം എന്താണ്? അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള ബോധമില്ല. ഞാൻ വിഷമിക്കുന്നത് എന്തിനാണ്? ഞാൻ അസ്വസ്ഥനാകുന്നത് എന്തിനാണ്? എൻ്റെ ഓരോ അസ്വസ്ഥതയും എന്നിൽ ദോഷത്തിൻ്റെ ആരംഭമാണ്. പിന്നെ എന്ത് ടെസ്റ്റ് നടത്തുമ്പോഴും ഷാഫി എന്നുള്ള വ്യക്തിനല്ലല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്, ഈ പറയുന്ന ആന്തരിക അവയവങ്ങളെയല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. അതെ അതെ, മുഹമ്മദിനല്ല ടെസ്റ്റ് ചെയ്യുന്നത്, മുഹമ്മദിൻ്റെ ശരീരത്തെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. മുഹമ്മദ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് കുറച്ച് ധാരണകളാണ് മുഹമ്മദ്. അവിടെ ജീവന്റെ സ്പന്ദനം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണത്. നമ്മൾക്ക് എല്ലാവർക്കും ജീവന്റെ സ്പന്ദനം ഒരുപോലെയാണ്. അവിടെയാണ് ഐക്യം. അപ്പം നമ്മൾ സഹകരിക്കും തോറും നമ്മളിലുള്ള സൂക്ഷ്മതലങ്ങളെ കൂടുതൽ തെളിച്ചത്തിൽ കൊണ്ടുവരാൻ പറ്റും. എതിർക്കും തോറും നമ്മളിൽ നിന്ന് നമ്മൾ അകന്നു പോയി. ഞാൻ മറ്റൊരു വ്യക്തിയെ എതിർക്കുമ്പോൾ, എന്നിൽ എതിർപ്പ് ഉണ്ടാകുമ്പോൾ എൻ്റെ ശരീരം വിഘടിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് മറ്റൊരാളെ എതിർക്കുന്നത്? എന്തിനാണ്? ആരെ എതിർക്കേണ്ട കാര്യമില്ല. അയാൾ നമ്മളെ എതിർക്കുന്നു. ഇല്ല, തെറ്റായിട്ടുള്ള കാര്യം നമ്മൾ എതിർക്കുന്നതിന് പകരം അതെ അതെ, താല്പര്യം എന്താണ്? ആ പ്രവൃത്തി അവിടെ തുടരരുതും. ഇതല്ലേ താല്പര്യം, അല്ലേ? ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന അവസ്ഥ തുടരരുതും. അപ്പം നമ്മൾ അവിടെ എന്താണ് ഏറ്റവും നല്ലത്? എന്താണ്? മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്ന അവസ്ഥയുടെ ആരംഭം എന്താണ്? ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതിൻ്റെ ആരംഭം എന്താണ്? അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ, അവിടെ മനോഹരമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ അസ്വസ്ഥത നീക്കം ചെയ്താൽ ആരും ഉപദ്രവിക്കത്തില്ല. ഒരു വ്യക്തിയുടെ അസ്വസ്ഥത അവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വസ്ഥതയുമായിട്ട് നമ്മൾ ഇടപെട്ടാൽ മതി. ആ വ്യക്തിയുടെ സ്വസ്ഥത ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ സ്വസ്ഥതയിൽ നിൽക്കാൻ പറ്റാത്തതാണ് ഉപദ്രവത്തിൻ്റെയും തല്ലുപിടുത്തത്തിൻ്റെയും വഴക്കിൻ്റെയൊക്കെ ആരംഭം. നമുക്ക് ഒരു വ്യക്തിയെ എതിർക്കുന്നതിന് പകരം ആ വ്യക്തിയോട് യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ മറ്റുള്ളവരോടുള്ള എതിർപ്പുകൾ തനിയെ തീർന്നു പോകും. സഹകരണത്തിലൂടെയാണ് നമ്മൾക്ക് സഹവസിച്ച് ജീവിതം. ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് ബാഹ്യമായിട്ടുള്ള സഹകരണവും. അല്ലാതെ പുറത്തു നിന്നല്ല തിരിച്ചറിവുണ്ടാകുന്നത്, അകത്തു നിന്നാണ് തിരിച്ചറിവുണ്ടാകുന്നത്. അകത്ത് അവയവങ്ങളുടെ സഹകരണമാണ് നമ്മൾ പുറത്തും പ്രകടിപ്പിക്കുന്നത്. അകത്ത് തെളിച്ചം ഉണ്ടെങ്കിൽ, അകത്ത് വൃത്തിയായിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് പുറത്ത്. ഒരാളെ പുറത്ത് സംശയിക്കുന്നുണ്ടെങ്കിൽ അകത്ത് സംശയം ഉണ്ടെന്നർത്ഥം. അകത്ത് സംശയമില്ലാണ്ടിരുന്നാൽ പുറത്തും സംശയമില്ല. ഇതെല്ലാം ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുടെ തുടർച്ചയാണ് സർവ്വ ജീവിതത്തിൻ്റെ ഭാഗവും. നിലനിൽക്കുന്നൊരു വ്യവസ്ഥയല്ലേ നമ്മുടെ ജന്മം എന്ന് പറയുന്നത്. നിലനിൽക്കുന്നൊരു വ്യവസ്ഥയാണ്. അതിൽ നിന്നാണ് നമ്മൾ അനുഭവിച്ചു തുടരുന്നത്. ഇത് ഈ ആന്തരികമായിട്ട് നടക്കുന്ന അവസ്ഥയിൽ നിന്ന് ബോധപൂർവം അനുഭവിച്ചു കൊണ്ടുവരുന്ന ഭാഗത്തോട്ട് നമ്മൾ എത്തിക്കുമ്പോഴാണ് നമ്മൾ നിലനിൽക്കുന്നത്. കാരണം എവിടെയാണ് നമ്മളെന്ന് പറയുന്ന അനുഭവം ജനിച്ചത്, അവിടെ അത് നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം പ്രപഞ്ചം നിലനിൽക്കുന്ന ഭാഗവുമായിട്ട് നമ്മൾ യോജിക്കുക. കാരണം നമ്മളെന്ന് പറയുന്ന ഒരു പുതിയ സൃഷ്ടിയാണ് പ്രപഞ്ചത്തിലുണ്ടായത്. അതാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നത്. അത് പുതിയതാണ്. നശിക്കാത്ത പലതും ഇവിടെ നിലനിൽപ്പുണ്ട്. അതുമായിട്ട് യോജിച്ച് നമ്മൾ നിൽക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം തുടരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പ്രപഞ്ചത്തിൽ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുണ്ട് എന്നൊരു തോന്നൽ വന്ന്
ഈ നമ്മളെന്ന് പറയുന്നത് ഒരു പ്രപഞ്ചത്തിൻ്റെ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിയെ നിരന്തരമായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് യോജിപ്പിച്ച് നിലനിർത്തുന്നിടത്താണ് നമ്മൾ തുടരുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രാപ്തി വരുന്നത്. ഇവിടെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ ബോധം തുടരുന്നത്. അതല്ലാതെ നശിച്ചു പോകുന്ന ചില കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്താൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ ശരി. ലൈവ് നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട് ഗായ്സ്. ഇല്ല വലിയ ഉള്ളി ആ ചെറുപയർ ആക്കി. സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കഷ്ടപ്പാടുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെന്ന് പറയുന്നത് വളരെ റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് ആ നമ്മളെന്ന് പറയുന്ന അവസ്ഥ നിരന്തരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നിടത്താണ് കാലിയിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സാധ്യതകളെല്ലാം ഉള്ളത്. അവിടെ നമുക്ക് ആ നമ്മളെന്ന് പറയുന്ന ആ പുത്തൻ സവിശേഷത മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമുക്കുള്ളത്. അതല്ലാണ്ട് വേറെയുള്ള കപ്പാസിറ്റി അല്ല നമുക്കുള്ളത്. നമ്മൾ എന്ന് പറയുന്ന സവിശേഷത. യെസ്, ഗുഡ് മോർണിംഗ് എബ്രഹാം ബിബി. അതെ 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 അതെ. അപ്പൊ ശരിക്കും മരണത്തെ ഭേദിക്കാനുള്ള ഒരു പവറാണ് ഈ നമ്മൾ. അതെ, മരണം എന്ന് പറയുന്നത് നമ്മളെന്ന് പറയുന്ന അവസ്ഥയെ നിക്ഷേപിക്കുമ്പോൾ മരണത്തിലോട്ട് പോയി. നമ്മൾക്ക് മരിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. നമ്മൾ സ്ഥിരം നമ്മൾ നോക്കണം. നമ്മളെ കെയർ ചെയ്യണം. നമ്മളെ കെയർ ചെയ്യാൻ സ്ഥിരം പറ്റുന്നില്ലെങ്കിൽ അതിനാണ് താല്പര്യം. അതിനെ എൻഗേജ്ഡ് ആകുന്നത്. ആ എൻഗേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എൻഗേജ്ഡ് ആകുന്നത് നമ്മൾ എൻഗേജ്ഡ് ആകുന്നത് എന്തോ എൻഗേജ്ഡ് ആകണം. എന്തിനു വേണ്ടി എൻഗേജ്ഡ് ആകണം? നമ്മൾ എൻഗേജ്ഡ് ആകണം. എന്നാൽ മാത്രമേ അവിടെ പ്രാപ്തിയുള്ളൂ. നമ്മൾ എന്ന് പറയുന്നൊരു കൂട്ടായ്മയും അവിടെ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടാവും. ഇത് അലസത വരുന്നത് എന്തുകൊണ്ടാണ്? അലസത വരുന്നത് നമ്മളല്ല എൻഗേജ്ഡ് ആകുന്നത്. നമ്മൾ എൻഗേജ്ഡ് ആകാത്തതുകൊണ്ടാണ് അലസത വരുന്നത്. നമ്മൾ കിടന്ന് ബഹളം വെക്കുന്നു, ഭയങ്കരമായിട്ട് കിടന്ന് തർക്കിക്കുന്നു, ബഹളം വെക്കുന്നു. ഈ തർക്കിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കണം. എന്തോ കാര്യം നഷ്ടപ്പെട്ടു പോകും, ശരിയാകത്തില്ല. ശരിയാക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നതാണ് തർക്കം. അപ്പോൾ ഈ തർക്കിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ഉണ്ടാവും. മനസ്സിലായി? എത്ര തർക്കിച്ചാലും തർക്കിച്ച് കൊണ്ടുവരുന്നത്, ബഹളം വെച്ച്
കൊണ്ടുവരുന്നത് നിലനിൽക്കുന്ന വ്യവസ്ഥയല്ല. നമ്മളെ നിലനിർത്തുന്ന ഭാഗം വളരെ സമാധാനത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു കഷ്ടപ്പാടുമില്ല. ബലം പിടിച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യവും നിലനിൽക്കത്തില്ല. ഒരു കാരണവശാലും ബലം പിടിച്ച് നമ്മൾ എന്തു കൊണ്ടുവന്നാലും അത് നാശത്തിലൂടെ പോകത്തുള്ളൂ. അത് ഒരു കാരണവശാലും നിലനിൽക്കത്തില്ല. അത് സമാധാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ സവിശേഷതകൾ കാണാം. ഒരു പ്രശ്നവുമില്ലാതെ വളരെ സ്വസ്ഥം. ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ ശ്രദ്ധയോടുകൂടി കണ്ടെത്തി അനുഭവത്തിൽ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ജീവിതം. ഇത് പ്രായോഗികമായിട്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. കാരണം നമ്മളിൽ ഇൻവോളണ്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അപ്പോഴാണ് വിവേകം ഉണ്ടാകുന്നത്, അവിടെയാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്, അവിടെയാണ് നമുക്ക് ഐക്യം ഉണ്ടാകുന്നത്. നമുക്ക് ഒരാളോട് യോജിക്കാൻ പറ്റുന്നില്ല, ഒരു വ്യക്തിയുമായിട്ടാണ് യോജിക്കേണ്ടത്, അയാളുടെ മനസ്സുമായിട്ടല്ല. മിക്ക ആൾക്കാരും അവരുടെ മനസ്സുമായിട്ടാണ് വരുന്നത്. മനസ്സ് ആ വ്യക്തിയുടെ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ഡേറ്റാ ബാങ്കാണ്. മനസ്സ് പങ്കുവെക്കുന്നതിന് ഒരു കഥയില്ല. അവിടെയാണ് പോഴന്മാരാകുന്നത്. അവരെ പങ്കുവെക്കൽ വേണ്ടത്. അതിന് പകരം മിക്ക ആൾക്കാരും ചെയ്യുന്നത് അവർ വായിച്ച പുസ്തകം അല്ലെങ്കിൽ അവരെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി അവിടെ നടന്ന കാര്യം ഇവിടെ നടന്ന കാര്യം ഇവർ കണ്ട കാഴ്ച കേട്ട കാര്യങ്ങൾ എന്നുവെച്ചാൽ അവർക്ക് അവരോട് താല്പര്യമില്ലെന്നാണ് അവർ വിളിച്ചു പറയുന്നത്. അങ്ങനെയുള്ള അടുത്താണ് ഇപ്പോൾ ഓർഗനൈസേഷൻസും ഗ്രൂപ്പുകളെല്ലാം ചർച്ചകളെല്ലാം നടക്കുന്ന അവിടെയും മറ്റുള്ളവരുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി അതിൻ്റെ റിഫ്ലക്ഷൻസാണ് ഈ മനസ്സിലുള്ളത്. ഒരു കാര്യമില്ല. ഈ ഭാഗം ആദ്യം തിരിച്ചറിയേണ്ടത് ഞാൻ എന്നെ അനുഭവിക്കുന്നു. അവിടെ എന്താണ് വരുന്നത്? അവിടെ നമ്മൾ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, അവിടെ അനുഭവത്തിൽ നിരന്തരം. അപ്പോൾ എന്ത് വേണം? സത്യസന്ധത നമുക്ക് അടിസ്ഥാനമായിട്ട് വേണം. ഒരു കാരണവശാലും നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കാനുള്ള യാതൊരു ഭാഗവുമില്ല. നിരന്തരം അനുഭവത്തെ ശ്രദ്ധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരും. വേണ്ടാത്ത ഒരു കാര്യത്തിലോട്ടും പോകത്തില്ല. തന്നെ നമുക്ക് രോഗത്തിൽ നിന്ന് മാറുകയും ആശ്വാസത്തിലോട്ട് അനുഭവം എത്തുകയും ചെയ്യും. ഇവിടെയാണ് പ്രായോഗികമായിട്ടുള്ള എന്താണ് നമ്മൾ എടുക്കുന്നത്? കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് നിലനിന്ന് തുടരുന്ന ഒരവസ്ഥയുമായിട്ടാണ് കണക്റ്റാവുന്നത്. ശ്രദ്ധിക്കണേ, ഒരു കാരണവശാലും ഇത്രയും കാലമായിട്ട് ഇത്ര കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സവിശേഷതയുമായിട്ടാണ് നമ്മൾ കണക്റ്റാവുന്നത്. അവിടെ എവിടെയാണ് ആശങ്ക? അവിടെ എവിടെയാണ് ദുഃഖം, ദുരന്തം? ഒന്നുമില്ല. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന അനുഭവതലമാണ് ആന്തരികമായിട്ടുള്ള അവസ്ഥ അനുഭവിക്കുന്നിടത്തോ സംശയിക്കാൻ യാതൊന്നുമില്ല. ഇതിനെ തള്ളിക്കളഞ്ഞിട്ട് മാനസികമായിട്ടുള്ള ചുറ്റുപാട് കണ്ടതിൻ്റെ നിഴലെടുത്ത് വെച്ച് തർക്കിക്കുകയും തല്ലുപിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ രോഗിയാകത്തില്ല, രോഗിയാകും. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ആരുടെ മുമ്പിലാണ്? മറ്റാളെ ബോധ്യപ്പെടുത്തി ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വേറൊരാൾ വന്ന് അയാൾ വേറെ രീതിയിൽ ബോധ്യപ്പെടുത്തും. നമ്മളെ ആർക്കും ഒന്നും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ വിഷയമേ വരുന്നില്ല. കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആരൊക്കെ വന്ന് എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും അവർ കിടന്ന് തലകുത്തി പറയുന്നല്ലാതെ വേറെ യാതൊന്നും സംഭവിക്കാനില്ല. നമ്മളെ ആർക്കും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ ബോധ്യപ്പെടുത്താൻ ഇരിക്കുകയല്ല, അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. നമ്മളെ തന്നെ അനുഭവിക്കുകയും അതല്ലാണ്ട് അവിടെ വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. ഏത് വ്യക്തിക്കും ആകാവുന്ന
ഏറ്റവും മനോഹരമായിട്ടുള്ള, ഒരു കാരണവശാലും സംശയമില്ലാതെ നിരന്തരം തുടരാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള മാർഗമാണ് ജീവിതം. ഇതിനെ യേശു ക്രിസ്തു പഠിപ്പിച്ചു, യേശു ക്രിസ്തു അവതരിച്ചു. ഇതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാർ കിടന്ന് പാടുപെടുകയും, അടുത്തത് വേറെ മുസ്ലിം, ഹിന്ദുക്കൾ, ഇങ്ങനെ ഓരോരുത്തർ ഓരോ പുസ്തകം എടുത്ത് വെച്ചിട്ട് അത് പഠിച്ചു. ശ്രദ്ധിക്കണേ, പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുറേ വാക്കുകൾ മറ്റുള്ളവർ അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു. അതിൻ്റെ അർത്ഥവും നമ്മുടെ അനുഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഭാഗം കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയല്ലേ അവനവനെ അനുഭവിക്കുക. കാരണം ഇത്ര കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം അല്ലേ? എനിക്ക് ഒരമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. അച്ഛന് ഒരമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അവരും ഇങ്ങനെ തുടർച്ചയായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരുന്നൊരു ഭാഗം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു അനന്തര ഫലമാണ് നമ്മളിപ്പോൾ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്നുള്ളതല്ല, ആ തുടർച്ചയാണ് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത്. ആ തുടർച്ചയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം. അതെ, ആ തുടർച്ചയുടെ ഭാഗമാണ്. അവിടെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ആ ശ്രദ്ധയ്ക്ക് ജീവൻ വെച്ചു, ആ ശ്രദ്ധയ്ക്കും ജീവൻ വെച്ചു. കാരണം ശ്രദ്ധിക്കുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിന് തുടർച്ചയുണ്ട്. മറ്റൊന്നിനെ അല്ല ശ്രദ്ധിക്കുന്നത്. മറ്റൊന്നിനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് തുടർച്ച നഷ്ടപ്പെട്ടു പോകുന്നത്. ശ്രദ്ധിക്കുന്ന ആളും ശ്രദ്ധിക്കപ്പെടുന്നതും രണ്ടും ഒന്നായതുകൊണ്ട് എന്ത് സംഭവിക്കും? അനുഭവം തെളിഞ്ഞെളിഞ്ഞ് വരാൻ തുടങ്ങും. ആശങ്ക മാറും, ദുഃഖം മാറും, രോഗം മാറും, സമാധാനവും. വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന രണ്ട് പേരുമായിട്ട് സഹകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. വേറെ ആരും വേണ്ട. രണ്ട് വ്യക്തികൾ പരസ്പരം വ്യക്തമായിട്ട് സഹകരിക്കുന്ന ഭാഗം ഉണരുന്നുണ്ടെങ്കിൽ വ്യക്തിയിലുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റൊരാളുമായിട്ട് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. ഈ സഹകരണത്തിൽ ആന്തരികമായിട്ടുള്ള അനുഭവത്തെ നിലനിർത്തിക്കൊണ്ട് സഹകരിക്കാൻ ആരംഭിച്ചാൽ തീർച്ചയായിട്ടും ജീവിതം കൃത്യമായിട്ട് തുടരുന്ന ഭാഗം വരും. ഒരു കാരണവശാലും നമ്മളിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, ഉണ്ടാകാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രാപ്തി. അതിൽ എനിക്ക് അച്ഛനുണ്ട്, എനിക്ക് അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അങ്ങനെയല്ല. അതിനല്ല പ്രസക്തി. സർവ മനുഷ്യരുമായിട്ട്, എല്ലാ മനുഷ്യരുമായിട്ട് വിയോജിപ്പില്ലാതെ സഹകരിക്കുന്ന ഭാഗം മനുഷ്യരുമായിട്ട്, മനസ്സുമായിട്ടല്ല. മനസ്സുമായിട്ട് സഹകരിക്കുന്ന ഭാഗത്തിന് പ്രസക്തിയില്ല. കാരണം അത് സങ്കല്പമാണ്. നമുക്ക് ജീവനുമായിട്ടേ സഹകരിക്കാൻ പറ്റത്തുള്ളൂ. ജീവൻ ആണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പം ജീവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നിടം അവിടെ യാതൊരു തകരാറുമില്ല. അവിടെ നിത്യതയാണുള്ളത്. നിത്യതയുള്ളത് നിരന്തരം ഒരേപോലെ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പൊരുത്തക്കേട് ഒഴിവാക്കുകയും പൊരുത്തപ്പെട്ട് അനുഭവിച്ച് തുടരാനും പറ്റും. ഒരു കാരണവശാലും ഈ ലോകത്തിൽ മറ്റൊരു ശക്തിയില്ല. ഇല്ല, ഒരിക്കലും വരത്തില്ല. മറ്റൊരു ശക്തിയില്ല നമ്മളെ കീഴ്പ്പെടുത്താൻ. നമ്മൾക്ക് ആരെയും എതിർക്കേണ്ടി വരത്തില്ല. മറ്റൊരാളെ എതിർക്കുന്നത് തോന്നുന്നു എന്നിൽ ഞാനെന്ന് കരുതിയിരിക്കുന്ന വ്യവസ്ഥ നശിക്കുന്നതുകൊണ്ടാണ് എതിർക്കുന്നത്. നശിക്കാത്ത അവസ്ഥയിലോട്ട് എത്തിക്കുക എന്നുള്ളത് അവനവൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനമാണ്. ആദ്യത്തെ താല്പര്യം എന്താണ്? എന്നിൽ നാശത്തെ എടുത്തു കളയുക. അതാണ് വിവേകത്തിൻ്റെ ആരംഭം. സ്വബോധം. അതിൻ്റെ വാക്കുകളുടെ അർത്ഥം വെച്ച് ജീവിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. രോഗികളായിപ്പോവും, പെട്ടെന്ന് തകർന്നു തരിപ്പണമായിപ്പോവും. ഒരു സംശയമില്ല. പെട്ടെന്ന് നമ്മുടെ രോഗത്തിൻ്റെ ലക്ഷണം എന്താണ്? ദേഷ്യം, വാശി, വൈരാഗ്യം, വെറുപ്പ്, അസ്വസ്ഥത, ഇതെല്ലാം രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വാശി, അതിൻ്റെ ഭാഗത്ത് ശ്വാസം മുട്ടൽ, വയറ്റിൽ നിന്ന് പോകത്തില്ല,
മലപിടുത്തം, സങ്കടം. എന്ത് സംഭവിക്കും? സങ്കടം കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ബ്ലോക്ക്, ഇതെല്ലാം വാശിയുടെ ഭാഗവും കൂടി ചേർന്ന് വരുമ്പോൾ അത് പെട്ടെന്നാകും. എല്ലാം ട്യൂമർ ഒക്കെ വാശിയുടെ ഭാഗത്ത് നിന്ന് ട്യൂമറൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ കാഴ്ചയിലാണ് നമ്മുടെ ജീവിതം. അല്ലാണ്ട് ആരോ എവിടെയോ മൈക്രോസ്കോപ്പൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു കഥയില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മളിലുണ്ടാകുന്ന അവസ്ഥ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അനുഭവിച്ച് തുടരുന്നിടത്താണ് ഓരോ വ്യക്തിക്കും. മറ്റുള്ളവർ പറഞ്ഞു തന്നതുകൊണ്ടല്ല, സ്വന്തം ജീവിതത്തെ അനുഭവത്തിൽ വിലയിരുത്തി എടുത്ത് തുടർന്ന് കൊണ്ടുപോകുന്നിടത്താണ് നമ്മുടെ താല്പര്യം. അതിലേ കാര്യമുള്ളൂ. അവിടെയാണ് സഹകരിക്കുന്നത്. സഹകരണത്തിൻ്റെ ആരംഭം ഒരിക്കലും ലൈംഗികതയാകരുത്. ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ സമൂഹത്തിൽ ആ മൃഗത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല. മൃഗം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗം അത് കാലത്തിൻ്റെ ഭാഗത്ത് സംഭവിക്കുന്നു. മനുഷ്യനും അതേ ഫോളോ ചെയ്യുന്നു. അവിടെയാണ് അപകടം. ആണും പെണ്ണും കൂടി കൂടുന്നതിനാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അവിടെയല്ല, അനുഭവത്തിലാണ് കൂട്ടായ്മ. അത് മറ്റേത് പ്രകൃതിയുടെ ഭാഗമാണ്. ഇത് കൃത്യമായിട്ട് അനുഭവിക്കണം. ആണും പെണ്ണിൻ്റെ ഭാഗത്തല്ല സഹകരണത്തിൻ്റെ ആരംഭം. ബോധപൂർവം അനുഭവത്തിലാണ്. അവിടെയാണ് ശരിയായിട്ടുള്ള ജീവിതം. ഇതെന്ത് പറ്റി? മനുഷ്യൻ ആ മൃഗത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ആ മൃഗീയതയിലാണ് മനുഷ്യൻ ആവേശം കൊണ്ടുപോകുന്നത്. ശ്രദ്ധിക്കണം. എനിക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം അത് ചെയ്തു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് അത് തോന്നി. ഇത് മൃഗീയതയാണ്. മൃഗീയതക്കല്ല നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത്, അനുഭവത്തിനാണ് സ്ഥാനം കൊടുക്കേണ്ടത്. അനുഭവത്തിലാണ് ശരിയായിട്ടുള്ള ജീവിതം. അപ്പോൾ അനുഭവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾക്ക് തുടർച്ച, അനുഭവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ തുടർച്ച തീർച്ചയായിട്ടും വരും. കൃത്യമായിട്ട് അനുഭവിക്കണം. എവിടെ? എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ മധ്യത്തിൽ. അതല്ലെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല. ശരീരത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. അവിടെ എത്താണ്ട് ഒരു വഴിയില്ല. കാരണം എല്ലാ സംഭവങ്ങളും എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. വേറെ യാതൊന്നും എടുക്കാനില്ല, വേറെ ഒരു ടൂളും ഇല്ല. ഒരു വ്യക്തിയുടെ ജീവിതം വ്യക്തമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, വേറെയുള്ള യാതൊരു വിശ്വാസ പ്രമാണങ്ങൾ, പുസ്തകം വായിച്ചുള്ള അറിവൊന്നും നമ്മളിൽ പ്രായോഗികമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അനുഭവത്തിൽ ജനിച്ചു, അനുഭവത്തിൽ തുടരണം. അനുഭവത്തിലാണ് ജനിച്ചത്, അല്ലാണ്ട് വേറെ എങ്ങുമല്ല ജനിച്ചത്. ജനിച്ചത് എങ്ങനെയാണ്? അനുഭവത്തിലാണ് ജനിച്ചത്. അനുഭവത്തെ സ്ഥിരപ്പെടുത്തുന്നിടത്താണ് നമ്മൾക്ക് ആശ്വാസം. അത് വേറെ ഒന്നുമില്ല ജനിച്ചിരിക്കുന്നത്, അനുഭവത്തിലാണ് ജനിച്ചത്. അപ്പം അനുഭവത്തിലാണ് നമ്മുടെ തെളിച്ചം. ഒന്നും എടുത്തിട്ടൊരു കാര്യമില്ല, അനുഭവത്തിലാണ്. അപ്പം അനുഭവത്തിലാണ് സ്ഥിരത കൊണ്ടുവരേണ്ടത്. അവിടെയാണ് സ്ഥിരത ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് ശ്രദ്ധ വേണം. അവിടെയാണ് ശ്രദ്ധ. ഈ ശ്രദ്ധ എന്താണ്? ശരീരത്തിൻ്റെ കോശങ്ങൾ ഐക്യത്തിൽ വരുന്നതാണ് ശ്രദ്ധ. ഒരു വ്യക്തി ഇത് ശ്രദ്ധയെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അനുഭവത്തിൻ്റെ തുടർച്ചയിൽ തീർച്ചയായിട്ടും ശ്രദ്ധയുണ്ടാകും. വേറെ ഒരു മാർഗവുമില്ല, ഒരു കഷ്ടപ്പാടുള്ള പരിപാടിയില്ല, ഒരു മാർഗവുമില്ല. ഇപ്പോൾ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശബ്ദം, ആ വ്യക്തിക്ക് തന്നെ അനുഭവിക്കാനുള്ളതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ശബ്ദം ആ വ്യക്തിക്ക് അനുഭവിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ആ വ്യക്തി ശബ്ദിക്കുന്നതിന്
മുമ്പ് അവിടെ എന്താണ് സംഭവിക്കുന്നത് അത് ആ വ്യക്തി അനുഭവിക്കുന്നിടമാണ്. അതിൻ്റെ തുടർച്ചയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതെല്ലാവരും സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഭാഗത്താണ്. അങ്ങനെയല്ല, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. സർവ്വപ്രവൃത്തിയും നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെന്ന് പറയുന്ന അവസ്ഥ അനുഭവിക്കുന്നിടത്ത് അവിടെ ശാന്തി, സമാധാനം. നമ്മളെന്ന് പറയുന്ന അവസ്ഥ എവിടെയെല്ലാം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഇതെല്ലാം പൊരുത്തപ്പെട്ട് വരും. അവിടെ യാതൊരു കാരണവശാലും വിയോജിപ്പുണ്ടാകത്തില്ല, ഒരു സംശയമില്ല. നമ്മളിലാണ് നമ്മുടെ സാധ്യത തെളിഞ്ഞു വരുന്നത്, വേറെ ഒന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ഭാഗമാണ്. നമ്മളെന്ന് പറയുന്നത് ഒരു അനുഭവമാകണം. നമ്മളെന്ന് പറയുന്ന ഒരു അനുഭവമാണ്. കാരണം അനുഭവത്തിലാണ് ജനിച്ചത്, അനുഭവത്തിലൂടെയാണ് ജീവിക്കുന്നത്, അനുഭവത്തിലാണ് ജനിച്ചത്. അല്ലാതെ ജനനം സംഭവിക്കത്തില്ല. അനുഭവത്തിലാണ് നമ്മുടെ തുടർച്ച, സർവ്വതും അനുഭവത്തിലാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് എന്താ കോംപ്ലിക്കേഷൻ? നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരും. വേറെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ആരോടും ചോദിക്കണ്ട. സഹകരിക്കുന്ന ഭാഗം, സഹകരണം, അനുഭവത്തിൽ നിൽക്കുന്ന ഭാഗം സഹകരിച്ചാൽ വിട്ടുപോകത്തില്ല. ഈ അനുഭവമാണ് വിട്ടുപോകുന്നത്. എന്നിട്ടാണ് പ്രശ്നം, അനുഭവമാണ് വിട്ടുപോകുന്നത്. ശ്രദ്ധിക്കണേ, അനുഭവത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സാവകാശം തെളിച്ചം കൂടി വരും, കൃത്യമായിട്ട് വരും. ഒരു സംശയമില്ല. മെല്ലെ അനുഭവം തെളിഞ്ഞു വരും, ഉണർന്നു വരും. അനുഭവിക്കുന്നിടത്ത് ക്ഷീണമില്ല. അപ്പോൾ എങ്ങനെയാണ് വാർദ്ധക്യം, അവശത, ഇതൊന്നും നമ്മുടെ ലക്ഷണമല്ല. 10-60-70 വയസ്സാകുമ്പോൾ തന്നെ 10-100 കൂട്ടം രോഗങ്ങൾ ഇല്ല. ഒരു രോഗവുമില്ലാതെ അനുഭവത്തിൽ രോഗമില്ല. അനുഭവിക്കുന്നിടത്ത് രോഗമില്ല. നമ്മൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധ വേണേ. അനുഭവം, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ. ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷനാണ് അനുഭവിക്കേണ്ടത്. അതിലാണ് തെളിച്ചം വരുന്നത്. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സാവകാശം, അവിടെയാണ് സഹകരണം. ഒരു അമ്മയും കുഞ്ഞും, അമ്മയുടെ സാന്നിധ്യം കുഞ്ഞ് അനുഭവിക്കുന്നു. അതെ, അമ്മയുടെ സാന്നിധ്യം ഇവിടെ എന്താണ് ചെയ്യുന്നത്? അമ്മമാർ പ്രസവിച്ചിട്ട് ജോലിക്ക് പോവുകയും, അപകടം മനസ്സിലാക്കണം. അമ്മമാർ പ്രസവിച്ചിട്ട് ജോലിക്ക് പോവുകയും കുട്ടിയുടെ കൂട്ടത്തിൽ സഹകരിക്കേണ്ടത് കൃത്യമാണ്. ഞാൻ പറയാം അബ്രഹാം ചേട്ടാ. അതെ, ഞാനെന്ന് പറയുന്നതിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാനെന്ന് പറയുന്ന അദൃശ്യമായിട്ട് നിൽക്കുന്ന ശക്തി അതുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി തുടരത്തുള്ളൂ, അല്ലാണ്ട് നടക്കത്തില്ല. എന്നാലേ ശരീരം ശുദ്ധി ചെയ്ത് പാരമ്പര്യമായിട്ടുള്ള എല്ലാ തകരാറുകളും ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. ഉപബോധ മനസ്സിനെ തകർത്ത് തരിപ്പണമാക്കി കളയാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് നടക്കത്തില്ല. ഞാനെന്ന് പറയുന്നത് ആത്മബോധമാണ്, അല്ലാതെ അത് മറ്റുള്ളവരെ വെച്ച് നേരെ നെച്ച് നീട്ടാനുള്ളതല്ല. നമ്മൾ എന്ന് പറയുന്ന ഭാഗത്താണ് സഹകരണം. ഞാൻ എന്ന് പറയുന്നത് നിശബ്ദമാണ്, നിശ്ചലമാണ്. നമ്മളാണ് സഹകരിക്കുന്നത്, നമ്മൾക്കാണ് സഹകരിക്കാൻ പറ്റുന്നത്. കാരണം എന്താണ്? അനുഭവമാണ് സഹകരിക്കുന്നത്. ഒരു വ്യക്തി ആ വ്യക്തിയെ അനുഭവിക്കുന്ന അവസ്ഥ, അതാണ് നമ്മൾ സഹകരിക്കണേന്ന് കൃത്യമായിട്ടുള്ള ഒരവസ്ഥ
അനുഭവത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നു. വളരെ വ്യക്തമാണ്, വളരെ സിമ്പിളാണ്, വളരെ പവർഫുള്ളാണ്. കാരണം ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന അവസ്ഥ അനുഭവിക്കുകയാണ്. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന അവസ്ഥ അനുഭവിക്കുകയാണ്. യാതൊരു ആശങ്കയുമില്ല, യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ന് പറയുന്ന അനുഭവമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. കാരണം അനുഭവത്തിലാണ് നമ്മൾ ആരംഭിച്ചത്, അനുഭവത്തിലാണ് തുടർച്ച, സങ്കല്പത്തിലല്ല. ആരംഭിച്ചത് സങ്കല്പത്തിലല്ല, വിശ്വാസത്തിലല്ല, അല്ല, അനുഭവത്തിലാണ് ജീവിതം ആരംഭിക്കുകയും തുടരുകയും ചെയ്യുന്നത്. അനുഭവത്തിൽ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധയൊക്കെ അനുഭവം നിലനിർത്താൻ ശ്രദ്ധ വന്ന് സങ്കല്പം പോവും. കുറേ കഴിയുമ്പോൾ അനുഭവം തുടരുമ്പോൾ അമ്മ, അച്ഛൻ, ഇതൊന്നുമില്ല. പിന്നെ ഇല്ല, അമ്മയില്ല, അച്ഛനില്ല, ഭാര്യയില്ല, ഭർത്താവില്ല. അനുഭവത്തിൽ തുടരാത്തത് കൊണ്ടാണ് ഭാര്യ എൻ്റെ ഭാര്യ, എൻ്റേതെന്ന് പറയുന്നത്. എൻ്റേതെന്ന് പറയുന്നത് സാവകാശം ഒഴിയാൻ തുടങ്ങും. അതൊരു ബാധയാണ്, പൊസസീവ്നെസ്സാണ്. എൻ്റേത് ഒഴിഞ്ഞ് നമ്മളുടേത് എന്ന് പറയുന്ന അവസ്ഥ. കാരണം അനുഭവം, ഇത് അനുഭവമില്ല, അതുകൊണ്ട് എൻ്റേത് അക്യുമുലേറ്റ് ചെയ്യും, പൊസസ്ഡ് ആവും. കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി ഉണ്ടാകത്തില്ല. നമ്മൾ എന്ന് പറയുന്ന അവസ്ഥ അനുഭവത്തിൽ നിത്യമാണ്. അനുഭവം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് സ്ഥിരപ്പെടുത്താൻ. സത്യസന്ധതയിൽ അനുഭവത്തിൽ നിങ്ങൾ സത്യസന്ധനായി. അനുഭവത്തിൽ നിൽക്കുന്നവൻ സത്യസന്ധനാണ്. കാരണം അവന് തുടർച്ചയുണ്ട്, ആശങ്കയില്ല. ഒരിക്കലും വെറുപ്പ്, വിദ്വേഷം അനുഭവിക്കുന്നവൻ്റെ ഭാഗമല്ല, ഒരിക്കലും ആകത്തില്ല. അവിടെ നിത്യതയും വളരെ സിമ്പിളാണ്. നമ്മൾ ശ്രദ്ധിക്കണേ, ലൈംഗികമായിട്ടുള്ള ആസക്തി, ആകർഷണം അനുഭവമല്ലായിരുന്ന. അതുകൊണ്ടാണ് ആണും പെണ്ണും കൂടി കൂടുന്നത്. അനുഭവമാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നു. ഒരിക്കലും തുടർച്ചയായിട്ടുള്ള അനുഭവമില്ല, വേറെ ഒന്നുമില്ല. അനുഭവത്തിൽ തുടരുമ്പോൾ അനുഭവത്തിൽ തുടരുമ്പോൾ എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു വരും. അവിടെ രോഗമില്ല, ഒരിക്കലും രോഗം ഉണ്ടാകത്തില്ല, രോഗം പറ്റത്തില്ല. കാരണം അനുഭവം രോഗത്തെ നീക്കം ചെയ്യുന്നു. ഈ ലോകത്തിൽ ആരോടും ചോദിക്കണ്ട. ലോകത്തിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ടെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ആവശ്യമില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു. ഇനി എവിടെയാ സംശയം? ഒരു വ്യക്തിയോടും ചോദിക്കണ്ട. പക്ഷെ സത്യസന്ധത വേണം. സത്യസന്ധത നമ്മുടെ അടിസ്ഥാനമായിരിക്കും. മറ്റുള്ളവർ ആരും നിയന്ത്രിക്കുന്ന ഭാഗമില്ല. ആരെയും ഭയപ്പെടണ്ട, ഒരു മനുഷ്യനെയും ഭയപ്പെടണ്ട. ഞാൻ എന്നെ അനുഭവിക്കുന്നു. അവിടെ എന്താ സംശയം? സംശയിക്കത്തക്ക രീതിയിലുള്ള യാതൊന്നുമില്ല. വളരെ വ്യക്തമാണ്, വളരെ സിമ്പിളാണ്. ആശങ്ക യാതൊന്നുമില്ല. തുടർച്ച എന്നുകൊണ്ട്. അതുകൊണ്ട് ആരൊക്കെ നമ്മളെ പറ്റി എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ അനുഭവത്തിലാണ്, തുടർച്ചയിലാണ്. അത് എഴുതും, ഇത് എഴുതും, അതൊന്നും നമുക്ക് വിഷയമില്ല. കാരണം നമ്മൾ നിരന്തരം അനുഭവത്തിലാണ്. തനിയെ തെളിഞ്ഞു വരും. കാരണം ഇങ്ങനെയുള്ള തെളിച്ചൊന്നും എനിക്ക് പണ്ടില്ലായിരുന്നു. പണ്ട് ഇങ്ങനെയുള്ള തെളിച്ചൊന്നുമില്ലായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്നു, എൻ്റെ തെളിച്ചം കൂടുന്നു, എൻ്റെ അനുഭവം കൂടുന്നു. അപ്പോൾ വ്യക്തത വരുന്നു. അനുഭവത്തിലാണ് തുടർച്ച. അനുഭവമാണ് അടിസ്ഥാനം. മെല്ലെ വേണ്ടാത്ത കാര്യങ്ങൾ കുറഞ്ഞു വരുന്നു. മെല്ലെ വേണ്ടാത്ത കാര്യങ്ങൾ തനിയെ കുറഞ്ഞു വരും. ഒരു സംശയമില്ല. കാരണം അനുഭവം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിരന്തരം വേണം, എൻഗേജ്ഡാണ്. അവിടെ കള്ളത്തിലോ വഞ്ചനയോ ചതിയോ ഇല്ല. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ്
നമ്മൾ അനുഭവിക്കുക. ഇതുപോലെ മറ്റൊന്നും കിട്ടത്തില്ല. ഇത് ചത്തു എന്ന് പറഞ്ഞ് നടക്കുന്നവൻ അവനോട് സംസാരിക്കാൻ പറ്റത്തില്ല അല്ലേ? മാനസിക സങ്കല്പങ്ങൾ, സ്വപ്നം എന്ന് പറയുന്നത് വ്യക്തിയല്ല, അത് ഒരു ശവശരീരം കൊണ്ടു നടക്കുന്നു. ആ വ്യക്തിയിൽ ജീവിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ആ വ്യക്തിക്ക് താല്പര്യമില്ല. ആ വ്യക്തി മറ്റുള്ളവരെ പറ്റി പറഞ്ഞു നടക്കുന്നു. നമ്മൾ എടുക്കണ്ട. നമ്മൾ ആ വ്യക്തി, കാരണം ആ വ്യക്തിക്ക് അനുഭവമില്ല. ആ വ്യക്തി ഒരിക്കലും ജീവിക്കുന്ന ഭാഗത്തോട്ട് നോക്കുന്നില്ലെങ്കിൽ നമ്മളുമായിട്ട് സഹകരിക്കത്തില്ല. നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഏതൊരു വ്യക്തിയും തീർച്ചയായിട്ടും അനുഭവത്തിലാണ് ആരംഭിക്കുന്നത്. നമ്മളുടെ ആര് സഹകരിക്കും? അനുഭവമുള്ളവർ സഹകരിച്ചിരിക്കും, വന്നിരിക്കും, ഒരു സംശയമില്ല. എവിടെന്നെങ്കിലും അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാവും. അവിടെ ബലപ്പെടുത്തുന്നില്ല, വാശിയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, അവിടെ രോഗമില്ല, രോഗികളുമില്ല. ഇതിനകത്തോട്ട് നമ്മുടെ അടുത്തോട്ട് രോഗികൾ വരത്തില്ല. അനുഭവിക്കുന്നവർ എങ്ങനെ രോഗികളോ? അനുഭവിക്കാത്തവരാ രോഗികൾ. അനുഭവത്തിൽ നിൽക്കുമ്പോൾ ആശ്വാസം, സംശയമൊന്നുമില്ല, ഒരു സംശയമില്ല. സംശയിക്കത്തില്ലേ? അനുഭവം എങ്ങനെ ഉണ്ടാകും? അനുഭവത്തിൽ എങ്ങനെ സംശയം ഉണ്ടാകും? അനുഭവത്തിൽ സംശയമില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു, ആഹാ, അതല്ലേ നമ്മൾ. ഞാൻ എന്നെ അനുഭവിക്കുന്നു. എന്താണ് ഞാൻ? ആത്മാവിൻ്റെ സ്വാധീനത്തിൽ വന്നിരിക്കുന്ന ശരീരം. ആത്മാവിൻ്റെ സ്വാധീനത്തിലാണ് ഈ ശരീരം നിൽക്കുന്നത്. അതാണ് ഞാൻ എന്നെ അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഈ വാക്കുകളല്ല ശ്രദ്ധിക്കേണ്ടത്, അനുഭവമാണ്. ആന്തരികമായിട്ടുള്ള സർവ്വകാര്യങ്ങൾ വൃത്തിയായിട്ട് അനുഭവിക്കുക. വളരെ സിമ്പിൾ. നമ്മളാണ് ഉണരേണ്ടത്. അതിൻ്റെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. കഷ്ടകാലമല്ലേ? സ്വന്തം ശരീരത്തെ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുരന്തമാണ് ആ വ്യക്തി. ആ വ്യക്തി ദുരന്തമായിട്ടാണ് നടക്കുന്നത്. അതല്ല ജീവിതം. ഒരിക്കലും സഹകരണം അനുഭവത്തിലായിരിക്കണം. അനുഭവമില്ലാത്തവർ തർക്കിക്കും, അടിവെക്കും, വഴക്കുണ്ടാക്കും, ബഹളം വെക്കും. അവർ ട്രോളാൻ അതിനൊക്കെയാണ് അവരിറങ്ങുന്നത്. പോട്ടെ, പാവത്തുകളാണ്. കാരണം അധികം നാൾ അവർക്ക് ട്രോളാൻ പറ്റത്തില്ല. അവർ ട്രോളിക്കോട്ടെ. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റാൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവരെന്തെങ്കിലും ചിന്തിക്കുന്നത്. അവർക്ക് തന്നെത്താൻ അനുഭവത്തിൻ്റെ ഭാഗം ഒരിക്കലും എടുക്കാൻ പറ്റും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കേന്ദ്രീകരിച്ച് മാത്രമേ അവരുടെ പ്രവൃത്തിയുള്ളൂ. സ്വന്തം അവസ്ഥ അനുഭവിക്കാനുള്ള യാതൊരു കഴിവുമില്ല. അവരെ വിട്ടേക്കുക. അവർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തുടരേണ്ട കാര്യമില്ല. ക്ലബ് ഹൗസിലല്ല കേട്ടോ. സഹകരണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലാണ്. ക്ലബ് ഹൗസ് അല്ല മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനം. ക്ലബ് ഹൗസ്, യൂട്യൂബും അല്ല. സ്വന്തം വീട്ടിലെങ്ങനെ സഹകരിക്കുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ള അംഗങ്ങളുമായിട്ട് എങ്ങനെ സഹകരിക്കുന്നു, അവിടെയാണ് അനുഭവം. വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് സഹകരിക്കാത്ത ആൾക്കാരാണ് ഈ ക്ലബ് ഹൗസിലൊക്കെ വന്നിട്ടും അതും ഇതൊക്കെ കമൻ്റൊക്കെ എഴുതി വെച്ചും പോകുന്നത്. അത്രയേ ഉള്ളൂ. വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് മാന്യമായിട്ട് അനുഭവത്തിൽ സഹകരിക്കുന്നവർക്ക് എവിടെയും മര്യാദക്ക് ഇടപെടാനറിയാം. വീട്ടിലെ ഒരു അംഗവുമായിട്ട് മാന്യമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ ആ മാന്യത അവർ എല്ലായിടത്തും കാണിക്കും. ഈ മാന്യത അനുഭവത്തിലുള്ളതാണ്. അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. പറ രാമ എന്തോ ആ അല്ല, അനുഭവിക്കുന്ന ഒരാളല്ല. അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ പാത്രം കഴുകുന്നത്. ഈ പാത്രം എവിടെ നിന്നുണ്ടായി? എന്താണ് ഈ പാത്രം? ഞാൻ എന്നെ നിലനിർത്തുന്ന ഭാഗം, നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗം മാത്രമാണ് പാത്രം. അല്ലാണ്ട് പാത്രം എന്തിനാണ് പാത്രം? ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ അനുഭവിക്കുന്ന അവസ്ഥയുടെ ഭാഗത്ത് തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലാത്ത എന്തിനാണ് ഒരു വേസ്റ്റ് കാര്യത്തിൽ പോയി കാര്യക്കുന്നത്? വേണ്ടാത്ത വേസ്റ്റ് ഒരു കാര്യമില്ല.
ഒരു വേസ്റ്റ് കാര്യമില്ല. നിരന്തരം അവനവന് അനുഭവിക്കുന്ന ഭാഗമല്ലാതെ വേറെ ഒന്നിനും സ്ഥാനം കൊടുക്കണ്ട. വേറെ യാതൊന്നിനും സ്ഥാനം കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. അനുഭവത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്, അനുഭവത്തിൽ തുടരണം. അതിനു വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അപ്പം അനുഭവത്തിൽ വേരിയേഷൻ വരുന്നു. അപ്പം നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിച്ചത് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെയും വേരിയേഷൻ വരുന്നു, ഭക്ഷണം കഴിച്ച് ബാലൻസ് ചെയ്യുന്നു. ഇതെല്ലാം ബാലൻസ് ചെയ്യാനാണ്, സർവ്വതും ബാലൻസ് ചെയ്യാനാണ്. അനുഭവത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയല്ലാത്ത യാതൊന്നുമില്ല, യാതൊന്നും വരരുത്. അപ്പോൾ പാത്രം കഴിയാലും തുണി കഴിയാലും എന്ത് ജോലി ചെയ്താലും അനുഭവത്തിൻ്റെ തുടർച്ചക്കാൻ, അനുഭവിക്കാൻ, എന്നെ അനുഭവിക്കാൻ, എൻ്റെ ആത്മാവായിട്ടുള്ള ബന്ധത്തിൽ ശരീരം അനുഭവിച്ച് തുടരുന്നു. അതിനാണ് പ്രവർത്തിക്കുന്നത്. അവിടെ അനുഭവത്തിലാണ് തുടർച്ച. ഇത് പലതരം അനുഭവങ്ങൾ. അപ്പോഴാണ് മനപ്രയാസം. എന്താണ് മനപ്രയാസം? അനുഭവത്തിന് തുടർച്ചയില്ല, അതാണ് മനപ്രയാസം. അപ്പോഴാണ് ആശങ്ക, ഭയം, ഉത്കണ്ഠ. കാരണം നിലനിൽക്കത്തില്ല, ആ വ്യക്തി തകർന്നു പോകും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അധികം ആയുസില്ല, നമുക്കറിയാം. മനസ്സിലായി? നമ്മൾ ആരെയും എതിർക്കണ്ട. കാരണം അനുഭവിക്കുന്നവൻ എങ്ങനെയാണ് ഒരാളെ എതിർക്കുന്നതെങ്കിലും, ഒരാളുടെ ദേഷ്യം വരുന്നതെങ്കിലും, സങ്കടം വരുന്നതെങ്കിലും. കാരണം ഞാൻ എന്നെ അനുഭവിക്കുകയല്ലേ. അനുഭവിക്കുന്ന അവസ്ഥയിൽ സങ്കടം, ദേഷ്യം, വാശി, വൈരാഗ്യം, വിദ്വേഷം, ഇല്ല, ഒരിക്കലുമില്ല. ആവശ്യമില്ല. വെറുപ്പില്ല, കളിയാക്കണ്ട, പുച്ഛിക്കണ്ട. കാരണം അനുഭവിക്കുന്നിടത്ത് നിന്ന് എന്തിനാണ് ഒരാളെ കളിയാക്കുന്നത്? ഞാൻ എന്നെ അനുഭവിക്കും, എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് തെളിഞ്ഞു വരികയും അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. എന്നെ അനുഭവിക്കുന്നിടത്തൊന്നും മാറണ്ട. അപ്പം ഞാൻ പറയാം, അല്ല, പോകുന്നത് നമുക്ക് പ്രാപ്തിയില്ലാത്തതുകൊണ്ടാണ്. അനുഭവം കളയരുത്. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അകത്ത് നിൽക്കണം. അത് ചെയ്യാതെ ഒരു ശരീരം ഒരിക്കലും വൃത്തിയാകത്തില്ല. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ദഹനം ആദ്യം ശരിയാവും. അപ്പോൾ ദഹനം ശരിയാകുമ്പോൾ തന്നെ കണ്ണും കാതും മൂക്കും ഒക്കെ തെളിയാൻ തുടങ്ങും. അപ്പോഴാണ് സ്വബോധം ഉണ്ടാകുന്നത്. ദഹനം ശരിയായിട്ടില്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, വെറും സോമ്പിയാണ്, വെറും ശവശരീരമാണ്. കുറച്ച് നാൾ അവരെ ഇവരെയൊക്കെ തർപ്പിച്ച് ഞാൻ വലിയ കേമനാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ രോഗം വരുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ പറയുന്ന കുറച്ച് മരുന്നും ഗുളികയൊക്കെ കഴിച്ച് കുറച്ച് ആളുമ്പോൾ ചത്തുപോകും. അത്രേ ഉള്ളൂ. അതിന് വേറെ കാര്യമൊന്നുമില്ല. മുഴുവനും സംശയമാണ്, എപ്പോഴും സംശയമാണ്, എപ്പോഴും പ്രശ്നമാണ്. ഇത് രക്ഷയൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് ബഹളം, അടിയും വഴക്കമൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വ്യക്തിയെത്തു. അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളനുഭവിക്കുന്ന ഭാഗത്ത് കൃത്യമായിട്ട് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളെ നിർവീര്യം ചെയ്ത്, പ്രതികൂല സാഹചര്യത്തെ നിർവീര്യം ചെയ്ത് കൃത്യമായിട്ട് അനുഭവത്തിൽ തുടർന്ന് ഒരു സംശയമില്ല. വേറൊരു വ്യക്തിയുടെ കൈ കൊണ്ട് നമ്മുടെ ശരീരം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്ത് എന്തിനാണ്? നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ശരീരം എന്തിനാണ്? ചത്തുപോട്ടെന്നേ. എനിക്ക് എന്നെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്താ വേണ്ടത്? ഈ അനുഭവത്തിനാണ് നമ്മുടെ താല്പര്യം. നിരന്തരമായിട്ട് അനുഭവിക്കുന്നതാണ് ജീവിതം. അനുഭവിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്ത് കാര്യം? പോയില്ലേ, പിന്നെ നശിച്ചു പോകുന്നതല്ലേ നല്ലത്. മറ്റുള്ളവർ കെയർ ചെയ്തിട്ട് എന്ത് കാര്യം? എനിക്ക് എന്നെ കെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പോയില്ലേ. എനിക്ക് എന്നെ കെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സർവ്വതും പോയി. അവിടെ കഥയില്ല. പിന്നെ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് മറ്റുള്ളവരുടെ വേലക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തരികിട, വേറെ ഒന്നുമില്ല. ഇതൊരു നമ്പർ 1 തരികിട. അവിടെ എന്താ സംഭവിക്കുന്നത്?
മറ്റുള്ളവരുടെ വേലക്കാരനാക്കി. എല്ലാം മറ്റുള്ളവരുടെ. അതുകൊണ്ടല്ലേ പറയുന്ന പ്രകൃതി ദുരന്തം. നമ്മളെ ഭയപ്പെടുത്താനാണ് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തമൊന്നുമില്ല, അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇത് മനുഷ്യനെ നിയന്ത്രിക്കാൻ എന്ത് വേണം? ഭയം വേണം. മനസ്സിലായി? ഭയപ്പെടുത്തിയാണ് നിയന്ത്രിക്കുന്നത്. ഈ ഭാഗം വ്യക്തമായിട്ട് ശ്രദ്ധിക്കണേ. ഭയപ്പെടുത്തുന്നു, നീ നശിച്ചു പോകും, പ്രകൃതി ദുരന്തം ഉണ്ടാകും. പ്രകൃതി ദുരന്തം എപ്പോഴും ഉണ്ടാകാം? ഇല്ല. പ്രകൃതി ഒരിക്കലും ദുരന്തമല്ല, അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. അത്രയും കാര്യം പോലും ഒരിക്കലും മനുഷ്യനെ ആ മൃഗങ്ങൾ വന്ന് കൃഷി നശിപ്പിച്ചു ഇല്ല. മൃഗങ്ങൾ വന്ന് അവരുടെ ഭക്ഷണം കഴിച്ചിട്ട് പോയി. നമ്മളെ മൃഗങ്ങളെടുത്ത് കൃഷി ചെയ്താൽ അവരുടെ ആഹാരമാണ്, അത് അവരൊന്ന് കഴിച്ചിട്ട് പോകും. അവർ കഴിക്കണേ ഇത്. അത് മൃഗങ്ങൾ വന്ന് ഒന്നും നശിപ്പിക്കത്തില്ല. ഇത് മനുഷ്യനെ ശത്രുത ഉണ്ടാക്കുന്ന ഭാഗം. ശത്രുതയാണ് ഉണ്ടാക്കിയത്. ആ ശത്രുത എവിടെ ആരംഭിച്ചു? അനുഭവത്തിൻ്റെ തുടർച്ചയില്ലാത്തടത്ത് ശത്രുത ഉണ്ടാക്കി. വാശി, വൈരാഗ്യം, വിദ്വേഷം, ഇതെല്ലാം പിന്നെ ഇവരുടെ ലക്ഷണമായിട്ട് മാറി. ഇതൊക്കെ ഉണ്ടാകും. ദേഷ്യം ഉണ്ടാകും. മനുഷ്യനെ ദേഷ്യം ഉണ്ടാകും. ഉണ്ടാകത്തില്ല. നമ്മളെ അടിമകളാക്കി. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കട്ടെ, നിനക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാകും. അവരാണ് തീരുമാനിക്കുന്നത്. അല്ല, നമ്മൾ ആർക്കും പരിശോധിക്കാൻ വേണ്ട കാര്യമില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്ന എനിക്ക് ഉറപ്പില്ലെങ്കിൽ എൻ്റെ ഉറപ്പിലല്ലേ ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ രക്തം പരിശോധിച്ചിട്ട് മറ്റൊരാളാണ് പറയുന്നത് ഞാൻ ശരിയാണ് അല്ലെന്ന്. അത് തന്നെയല്ലേ അടിമത്വം എന്ന് പറയുന്നത്. അതാണ് അടിമത്തത്തിൻ്റെ ആരംഭം. ഞാൻ ശരിയാണ് അല്ലെന്ന് ഞാൻ അനുഭവിക്കുന്നിടത്ത് തുടരും. അല്ല, ആരുടെയും ഒത്താശ ആവശ്യമില്ല. അങ്ങനെയുള്ള തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, അതുപോലും തീരുമാനിക്കാൻ പറ്റുന്നില്ല. സ്വബോധമില്ല. നമ്മളെ മറ്റൊരാളും 10 രൂപ വട്ടമാറ്റി ദേശം പറയും, ഓ നീ ശരിയാണ്, നീ ശരിയല്ല. ഈ പറയുന്ന ആൾക്കാർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവിടെ കോടതി എന്താണ്? കോടതിയിൽ 2 പേര് സമർത്ഥമായിട്ട് വാദിച്ചാൽ കൊന്ന ആളെ, ആരെങ്കിലും ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഇറക്കിക്കൊണ്ടുപോവാം അല്ലേ? ഇതല്ലേ ഇവിടുത്തെ കോടതി. ഇതാണ് വെറും വേസ്റ്റ് കോടതിയാണ്. മനസ്സിലായി? ഒരു വക്കീലിന് കഴിവുണ്ടെങ്കിൽ ഒരാളെ കൊന്നിട്ട് കൊന്ന ആളെ സിമ്പിളായിട്ട് ഇറക്കിക്കൊണ്ടുപോകും. ഇല്ലേ? ചതിയല്ലേ ചെയ്യുന്നത്. ഇവരുടെ സത്യസന്ധതയ്ക്ക് ഇവിടെ യാതൊരു പ്രാധാന്യവുമില്ല. ആരും ആരും കാണാതെ കട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതല്ലേ ഇവിടെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. രാഷ്ട്രീയക്കാർ കള്ളത്തരത്തിൻ്റെ നമ്പർ 1 മാതൃകയാണ് രാഷ്ട്രീയക്കാർ. എന്താ സംശയം? പകൽ കൊള്ള നടത്തുന്ന ആൾക്കാരില്ലേ രാഷ്ട്രീയക്കാർ? എന്തെങ്കിലും സംശയം ഉണ്ടാകും? യാതൊരു സംശയമില്ല. വളരെ കൃത്യമാണ്. പകൽ കൊള്ള നടത്തുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാരെ. ഇത് തന്നെയല്ലേ എല്ലായിടത്തും നടക്കുന്നത്. സത്യസന്ധതയൊന്നുമില്ല. നമ്മൾ ഇവരുടെ പുറകെ നമ്മൾ പോകുന്നില്ല. അവർ സത്യസന്ധരാണോ, അവർ കള്ളന്മാരാണോ? ഇല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അനുഭവത്തിൽ തെളിച്ചെത്തി നിൽക്കുന്ന രാജ്യം എന്ത് നിയമമേലും ഉണ്ടാക്കുക, എന്ത് വേണം ചെയ്യട്ടെ, നമുക്കതിനൊന്നും ഒരു കാര്യമില്ല. അവരുണ്ടാക്കി, ടെക്നോളജി ഉണ്ടാക്കി, റോഡിടുന്നു, പ്ലെയിനിടുന്നു, എന്ത് വേണം ചെയ്യട്ടെ. അതിലൊന്നും നമുക്ക് യാതൊരു തർക്കവുമില്ല, വഴക്കുമില്ല. അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷെ അതുപോലെ നമ്മൾക്ക് താല്പര്യമുള്ള കാര്യം നമ്മൾ ചെയ്യുന്നു അല്ലേ? നമ്മുടെ താല്പര്യം എന്താണ്? നമ്മളെ നന്നായിട്ട് അനുഭവിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആരെയും തലയിൽ കുതിര കയറാൻ പോകുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കട്ടുപിടിപ്പിക്കുക, മറ്റുള്ളവരെ തല്ലിക്കൊല്ലുക, എന്ത് വേണം ചെയ്യട്ടെ. നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുന്നു. ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരാരെയും ബോധ്യപ്പെടുത്താനല്ല, താല്പര്യമുള്ളവർ സഹകരിക്കുന്നു, സ്വന്തം ഇഷ്ടത്താൽ വന്ന് സഹകരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ആരെയും നമ്മൾ ഒരു കാരണവശാലും അടിച്ചേൽപ്പിക്കുന്നില്ല, സ്വന്തം ഇഷ്ടത്തിൽ. അതുകൊണ്ടാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളവിടെ ഒരു ലേബിൾ വെച്ചിട്ട് ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ തെളിവുകൾ ചോദിക്കണം. നിങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഞാൻ ഉണ്ടാക്കി തരുന്നില്ല, എൻ്റെ കയ്യിൽ ഇല്ല.
മനസ്സിലായി? നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഓരോ വ്യക്തി സ്വന്തം ഇഷ്ടത്താലാണ് അവനവനെ അനുഭവിക്കാൻ അവനവന് താല്പര്യമുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം ഇഷ്ടത്താലാണ്. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല, സഹകരിക്കാൻ സ്വമനസ്സോടുകൂടി സഹകരിക്കുന്നവരാണ്. അത്രയേ ഉള്ളൂ. ഒരു വാഗ്ദാനവുമില്ല, ഒരു വാഗ്ദാനവുമില്ല. ആർക്കാണ് സഹകരിക്കാൻ താല്പര്യമുള്ളവർ അവർ സഹകരിക്കുന്നത്. അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അനുഭവത്തിൽ നിൽക്കാൻ സാധിക്കണം. അനുഭവത്തിലാണ് നമ്മൾ ജനിച്ചത്, അതേ അനുഭവത്തിൽ നിന്നാണ് ജനിച്ചത്, അല്ലേ? ശരിയല്ല? ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ജനിച്ചത്. ആ ലൈംഗികത എന്ന് പറയുന്ന അവസ്ഥ ഒരു അനുഭവമാണ്. ഭക്ഷണം കഴിച്ചത് ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിന് തുടർച്ച കൊണ്ടുവരണം. എവിടെയാണ് വിട്ടുപോകുന്നത്? അനുഭവത്തിന് തുടർച്ചയില്ല. അതുകൊണ്ടാണ് ആൾക്കാർ വിട്ടുപോകുന്നത്. അനുഭവത്തിന് തുടർച്ച വേണം. അതിനെന്ത് വേണം? എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. അതിനാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. കാരണം നമ്മളിൽ ഉണ്ടാകുന്ന അടിമുടി ഉണ്ടാകുന്ന പ്രവർത്തനമാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. ഇത് അവിടെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ജീവിതം. ഇതിലെവിടെയാണ് സംശയം? എനിക്ക് എന്തിനോട് സംശയമില്ല. എന്നെ വേറൊരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ നോക്കട്ടെ. എനിക്ക് എന്നിൽ ഒരു സംശയമില്ല. ഞാൻ അനുഭവിച്ച് ജീവിക്കുന്നു. എൻ്റെ താല്പര്യം അത്രയേ ഉള്ളൂ. എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. വേറെ യാതൊരു താല്പര്യമില്ല. വേറെ ഒരു താല്പര്യമില്ല. അത് മാത്രമേ ഉള്ളൂ. അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിൽ യാതൊരു കോട്ടമില്ല. അത് തുടരുന്നുണ്ട്. അങ്ങനെ തുടരുന്നതുകൊണ്ട് ആ തുടരുന്ന അവസ്ഥയുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാർ അവർ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല. ജീവിക്കാൻ താല്പര്യമുള്ള മനുഷ്യർ സഹകരിച്ചിരിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. കാരണം അനുഭവത്തിൻ്റെ തെളിച്ചത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന അവസ്ഥ തെളിഞ്ഞു വരുന്നിടത്ത് സഹകരണം ഉണ്ടാകും. അവിടെ മനുഷ്യരുണ്ടാകും. രോഗികളല്ല, മനുഷ്യരുണ്ടാകും. ഒരു തർക്കവുമില്ല. ആരും പരസ്പരം തല്ലുപിടിക്കുകയോ കലഹിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാകത്തില്ല, ഉണ്ടാകത്തില്ല. അതിന് ഒരു സംശയമില്ല. നമ്മളെ തന്നെ അനുഭവിക്കുന്ന അവസ്ഥ. ആരുടെ നിന്നൊന്നും തട്ടപ്പടിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളത്തരം കാണിക്കുന്നില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു. അതിനോട് വേറെ യാതൊന്നും ചെയ്യുന്നില്ല. അനുഭവിക്കാൻ വേണ്ടിയിട്ട് തുടർച്ച വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, സഹകരിക്കുന്നു. അതല്ലാണ്ട് വേറെ എന്താ? 24 മണിക്കൂറും അനുഭവത്തിൻ്റെ ഭാഗം തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നു. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നിരന്തരം ചെയ്തിട്ടാണ് അനുഭവത്തിൽ വന്നത്. അല്ലാണ്ട് തോന്നിയ താല്പര്യം ഇരുന്ന് പിന്നെ തെളിച്ചമനല്ല. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നിർത്തുന്നില്ല. അതിൻ്റെ ഉള്ളിലാണ് തെളിച്ചം. അല്ലാണ്ട് യാതൊരു മടിയുടെ പരിഭാഗവുമില്ല. ഇവിടെ മടി, അലസത നമ്മളിലില്ല. സാവകാശം നിരന്തരം ചെയ്ത് കയ്യും കാലും ഒക്കെ അവിടെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഒടിച്ച് മടക്കി അനുഭവത്തിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ സാവകാശം കൊണ്ടുവന്ന് പല പ്രശ്നങ്ങൾക്കും പരിഹാരം എടുത്ത് തന്നത്തെ വേറെ ആരോടും കൺസൾട്ട് ചെയ്യാനില്ല. അനുഭവത്തിൽ തുടരുക എന്നുള്ളതല്ലാതെ നിരന്തര അനുഭവത്തിൽ തുടരുമ്പോൾ തെളിച്ചം കൂടി വരും. ഇതിനകത്ത് എന്താ സംശയിക്കാനുണ്ട്? യാതൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ഒരു കാരണവശാലും ഇതിനകത്ത് ആശങ്കപ്പെടാൻ യാതൊന്നും ഇന്നേവരെ കണ്ടിട്ടില്ല. നിരന്തരം മനുഷ്യരുമായിട്ട് സഹകരിക്കുക എന്നുള്ള താല്പര്യം, നമ്മൾക്ക് മനുഷ്യരുമായിട്ട് സഹകരിക്കണം. നമ്മുടെ താല്പര്യം എന്താണ്? ജീവിക്കുന്ന മനുഷ്യൻ. നമ്മൾക്കിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ 4 പേരേ ഉള്ളൂ. നമുക്കിവിടെ ഒരു 10-40
മനുഷ്യർ ഒരുമിച്ച് എന്നൊരു ഭാഗത്താണ് നമ്മളിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ക്ലബ് ഹൗസിൽ വരുന്നത്? എന്തൊരു ക്ലബ്? കാരണം മനുഷ്യരായിട്ട് സഹകരിക്കാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ക്ലബ് ഹൗസിലും യൂട്യൂബിലൊക്കെ വരുന്നത്. എപ്പോഴാണ് നമുക്ക് ആവശ്യത്തുള്ള മനുഷ്യർ നമ്മളുടെ കൂട്ടത്തിൽ കിട്ടുന്നത്, അപ്പം പിന്നെ നമ്മൾ ഈ പബ്ലിക് മീഡിയയിൽ പിന്നെ വരത്തില്ല. ഒരു സംശയമില്ല, വരേണ്ട സാധ്യത കുറവാണ്. കാരണം മനുഷ്യർ ഫുൾ ടൈം എൻഗേജ്ഡാണ്. അതിനാവശ്യത്തിന് മനുഷ്യരുടെ എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ നിലനിൽക്കാൻ വേണ്ടി എടുക്കുന്നത്. ഭക്ഷണം നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, വേറെ പലവരും ഉണ്ടാക്കുന്നിടത്തുനിന്ന് ആ ഭക്ഷണം വരുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് പരസ്പരം സഹകരിച്ച് ഒരുമിച്ച് അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്നിടമാണ്. അതുവരെ അത്രയും ആൾക്കാർ വേണം. അവിടെയാണ് മനുഷ്യർ സഹവസിക്കുന്നത്. അത്രയേ ഉള്ളൂ. അറിയാവുന്നൊരു പരസ്പരം ഇത് കുറേ വിഷമുള്ള ആഹാരം കൃഷി ചെയ്യുമ്പോൾ തന്നെ ഭൂമിയിൽ തന്നെ വിഷമിട്ട് എവിടെ നോക്കുക കൃഷി ചെയ്ത് കൊണ്ടുവരുന്നത്. വലിയ വിളവ് മാത്രം കിട്ടിയാൽ മതി. അതിന് എന്ത് വിഷമിട്ടാലും ഒരു മടിയുമില്ല. അതിനകത്ത് നിന്നൊക്കെ സാവകാശം മാറി നമുക്ക് കഴിക്കാനുള്ളതാണ്, ഇത് നമ്മൾക്ക് കഴിക്കാനുള്ളതാണ് എന്ന് സ്വബോധമുള്ള ആൾക്കാർ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് വിഷമൊന്നും ഇല്ലാണ്ട് കൃഷി ചെയ്ത് അങ്ങനെയുള്ള മനുഷ്യർ അവിടെയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ഒരു സംശയമില്ല, നമ്മളെ പ്രൊമോട്ട് ചെയ്യും. നമ്മൾക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗമുണ്ട്. താല്പര്യമുള്ളവർ സഹകരിക്കാൻ വേണ്ടിയിട്ട് തന്നെ സെൽഫ് പ്രൊമോഷനാണ് നടത്തുന്നത്. ഒരു സംശയമില്ല, സെൽഫ് പ്രൊമോഷനാണ് നടത്തുന്നത്. തന്നെ മറ്റൊന്നിനല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, സെൽഫിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഈ സെൽഫുള്ള ആൾക്കാർ സഹകരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് വേറെ ഒന്നുമില്ല. സെൽഫ് പ്രൊമോഷനാണ് നടത്തുന്നത്. അതിനകത്ത് യാതൊരു മടിയില്ല, നാണക്കേടുമില്ല. മറ്റൊന്നുമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മുടെ സെൽഫാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് വേണ്ടി എന്താ ഈ സെൽഫ് അനുഭവിച്ച് തുടരുന്ന ഭാഗമാണ്. അതെ, അതിന് യാതൊരു മടിയില്ല, നാണക്കേടുമില്ല. ഇത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ഭാഗത്ത് ഇന്ന് വാങ്ങാവുന്നത് എന്താണ്? ഇന്ന് കൈവച്ച് നീട്ടി വാങ്ങാവുന്ന കാശാണ് കൂടുതൽ, അല്ലേ? നമ്മൾ മറ്റൊരു സാന്നിധ്യം അവർ കാശിൻ്റെ രൂപത്തിൽ അവർ തരുന്നു. ഇത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അവരുടെ സാന്നിധ്യം പെർമനൻ്റ് ആകും നമ്മുടെ കൂട്ടത്തിൽ. ഒരു സംശയമില്ല. അതിന് കൃത്യമായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് അധ്വാനിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷയിക്കാനല്ല, നിലനിൽക്കാനാണ്, സുതാര്യമായിട്ട് അനുഭവിക്കാനാണ്. ഒരു സംശയമില്ല, അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു സംശയം, ഒരാശങ്കയില്ല കാര്യത്തിൽ. വളരെ വൃത്തിയായിട്ട് സഹകരിക്കുന്ന മനുഷ്യർ, രോഗമില്ലാത്ത സഹകരിക്കുന്ന, ഒരു വിശ്വാസമില്ലാത്ത, തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമില്ലാത്ത, വളരെ വ്യക്തമായിട്ട് സഹകരിക്കുന്ന ആൾക്കാർ ഇവിടെ കൂടും. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതേ സംഭവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വൃത്തിയുള്ള മനുഷ്യർ സഹകരിക്കുന്ന ഭാഗം. ഇതിപ്പോൾ കോഴിക്കോട് കിടന്ന ഷാഫി, കണ്ണൂർ കിടന്ന ജെനി, ഇവർ ഇത്രയും പേരായില്ലേ? അത് തന്നെ ഒരു വൻ മുന്നേറ്റം. എന്താണ്? പാരമ്പര്യമായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്ന് ഭാര്യനെ ഡൈവോഴ്സ് ചെയ്ത് വീട്ടിൽ അപ്പനും അമ്മേനെ ഒഴിവാക്കി 25 വയസ്സുള്ള കുട്ടി, 39 വയസ്സുള്ള കുട്ടിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് സ്വബോധത്തിലോട്ട് വരാനുള്ള താല്പര്യത്തിൽ ഒരുപാട് വെല്ലുവിളികളെ ഭേദിച്ച് തന്നെയാണ് ഇവിടെ നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പല വെല്ലുവിളികളും പല രീതിയിൽ. അത് ഓരോരുത്തരും ഷാഫിയുടെ വീട്ടുകാരെ വിളിക്കുന്നുണ്ട്, ഷാഫിയുടെ സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്. അവൻ പൊട്ടനാണ്, അവൻ ഭ്രാന്തനാണ്, നീ അവൻ്റെ കൂട്ടത്തിൽ കൂടിയിരിക്കല്ലേ, അവൻ്റെ ഭാഗത്തു നിന്ന് രക്ഷപ്പെട്ട് പോയി. അങ്ങനെയുള്ള ഒരുപാട് പേര് ഷാഫിനെ സ്വാധീനിക്കുന്നുണ്ട്. ഷാഫിയാണ് നോക്കുന്നത്, നമ്മളാരും എടുത്ത് തലയിടുന്നില്ല. ഷാഫിയുടെ താല്പര്യമാണ് ഇവിടെ ഒരുമിച്ചിരിക്കണം വേണ്ടത്. അത്രയേ ഉള്ളൂ. ഇവിടെ വരുന്ന ഓരോരുത്തരും അവനവൻ്റെ സ്വന്തം ഇഷ്ടത്താലാവുന്നത്. അല്ല ആരും ബലം പിടിച്ചിട്ട് ഇവിടെ വെക്കുന്നില്ല. ഇവിടെ ഒന്നും കൊടുക്കാനില്ല, നിങ്ങളിലുള്ളത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇവിടെ നിന്ന് ഒരു സാധനം കിട്ടത്തില്ല. ഇവിടെ നിങ്ങളിലുള്ളത് അനുഭവിച്ച് തുടരുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഒന്നും കൊടുക്കാനില്ല, നിങ്ങളിൽ നിന്നും എടുക്കാനില്ല. സഹകരണം മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അല്ല വേറെ ഒന്നിനും ഇവിടെ സ്ഥാനം കൊടുക്കുന്നില്ല. നിരന്തരം അനുഭവത്തിൻ്റെ തുടർച്ച വ്യക്തമായിട്ട്